നമസ്കാരം, ചന്ദ്രനാഥിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട് കൃതികളും അതിന്റെ കഥാപാത്രങ്ങളും അതിന്റെ എഴുത്തുകാരുടെ പേരുമാണ്. അപ്പൊ നമ്മള് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുമ്പം എല്ലാ ചോദ്യ പേപ്പറിലും ഒരെണ്ണം കാണും, അല്ലെങ്കിൽ ചേരുംപടി ചേർക്കാനായിരിക്കും അവരുടെ കഥാപാത്രങ്ങളും കൃതികളും നോവൽ എഴുതിയ ആള് നോവലിസ്റ്റിന്റെ പേരും, കൂടുതലും നോവലിസ്റ്റിന്റെ പേരും കൃതികളും ചേരുംപടി ചേർക്കാനായിരിക്കും. അല്ലെങ്കിൽ ഇന്ന എഴുത്തുകാര് ഏത് എഴുതിയത്, അല്ലെങ്കിൽ നോവലിന്റെ ഒരു കഥാപാത്രത്തിന്റെ പേര് തന്നിട്ട് അത് ഏത് നോവലിലുള്ളതാണെന്ന് ചോദിക്കാം. ഇക്കഴിഞ്ഞ ഡിഗ്രി ഫിലിംസ് ഫസ്റ്റ് സ്റ്റേജിൽ ചോദിച്ചിരുന്നു. ഒരു അമ്പ എന്നുള്ള കഥാപാത്രം, അത് സമുദ്രശീലയായിരുന്നു. അപ്പൊ എന്ത് ചെയ്യാ, അത് ആരുടെ ആയിരുന്നു? സുഭാഷ് ചന്ദ്രന്റെ ആയിരുന്നു തോന്നുന്നു. അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് ഈ സാഹിത്യ അവാർഡുകളൊക്കെ കിട്ടുന്നവരുടെ പേര് നോക്കി വയ്ക്കുക. അവരുടെ ആ കിട്ടിയ കൃതികളെ പറ്റിയിട്ടുള്ളതായിരിക്കില്ല, അവർ മുന്നേ എഴുതിയിട്ടുള്ള കൃതികളൊക്കെ പറ്റിയായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ആരെങ്കിലും ഒരാൾ സുപരിചിതമായിട്ടുള്ള ആളായിരിക്കും. ഇപ്പൊ കൃതിയും കഥാപാത്രവും ചോദിക്കുകയാണെങ്കിലും നമുക്ക് ചിലപ്പോൾ കൃതിയും കഥാപാത്രവും അറിയില്ലായിരിക്കും, പക്ഷെ അത് എഴുതിയ ആളിനെ നമുക്ക് അറിയായിരിക്കും. ആ പുള്ളിക്ക് എന്തെങ്കിലും സാഹിത്യ അവാർഡോ അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പൊ നമ്മളിവിടെ നിന്ന് നോക്കുന്നത് കൃതികൾ നോക്കുന്നുണ്ട്, കഥാപാത്രങ്ങൾ നോക്കുന്നുണ്ട്, നോവലിസ്റ്റുകൾക്ക് കർത്താവിനെയും നോക്കുന്നുണ്ട്. കൂടുതലും പുതിയ എഴുത്തുകാരെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഒരുവിധം പഴയതൊക്കെ നമുക്ക് നോക്കുമ്പോൾ ഖസാക്കിന്റെ ഇതിഹാസം ചോദിക്കാറുണ്ട്, ഓടയിൽ നിന്ന്, അങ്ങനെയുള്ളതൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഖസാക്കിന്റെ ഇതിഹാസം, അപ്പുക്കിളി എന്നുള്ള ആ കഥാപാത്രമൊക്കെ സ്ഥിരം ചോദിക്കും. പിന്നെ നമ്മുടെ വെള്ളായിയപ്പൻ അത് ചോദിക്കുക, കടൽ തീരത്ത് ചോദിക്കാറുണ്ട്. അങ്ങനെ ഒത്തിരി ക്വസ്റ്റ്യൻസ് പഴയത് ചോദിക്കുന്നത് സ്ഥിരമായിട്ട് അത് തന്നെ ചോദിക്കുന്നതുകൊണ്ട് നമുക്കത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പോയി പഠിച്ച് എഴുതാമെന്ന്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, പുതിയ പുതിയ എഴുത്തുകാരും പുതിയ പുതിയ കൃതികളും വരുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ എല്ലാ കൃതികളും വായിക്കണമെന്നില്ലല്ലോ. അപ്പൊ അതിന്റെ കഥാപാത്രങ്ങൾ തരുമ്പോ എന്ത് ചെയ്യുക, നമുക്കറിയില്ല. സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നമ്മള് കുറച്ച് പുതിയ കൃതികളും അവരുടെ കഥാപാത്രങ്ങളുമാണ് നോക്കുന്നത് കേട്ടോ. അപ്പൊ ഒന്നാമത് മീശ ഹരീഷ്. മീശ എഴുതിയത് ഹരീഷ് ആണെന്ന് നമുക്കറിയാം. അതിന് അവാർഡുകൾ കിട്ടിയിട്ടുള്ളത് കൊണ്ട് നമുക്കതറിയാം. അതിലെ ഒരു കഥാപാത്രമാണ് വാവച്ചൻ എന്ന് പറയുന്ന കഥാപാത്രം. ഓക്കെ, അപ്പൊ മീശ ഹരീഷ് അത് നമ്മൾ കുറച്ച് കറണ്ട് അഫയേഴ്സിൽ നമ്മളത് അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയത് കൊണ്ട് നമ്മളത് പഠിച്ചിട്ടുള്ളതാണ്. അതുപോലെ അടിയാളപ്രേതം. അടിയാളപ്രേതം എന്ന് പറയുന്നത് ഇപ്പൊ ആദ്യം എഴുതിയിരിക്കുന്നത് കൃതിയാണ് കേട്ടോ. പിന്നെ കർത്താവ് അതിന്റെ കഥാപാത്രവുമാണ് എഴുതിയിരിക്കുന്നത്. അടുത്തത് അടിയാളപ്രേതം എന്നുള്ളൊരു കൃതിയാണ്. അത് എഴുതിയിരിക്കുന്നത് PF മാത്യൂസ് ആണ് കേട്ടോ. അതിൽ ഒത്തിരി കഥാപാത്രങ്ങളുണ്ട്. അപ്പൊ ഏത് കഥാപാത്രമാണ് ചോദിക്കുന്നത് നമുക്ക് അറിയാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒത്തിരി അറിയപ്പെടുന്ന മെയിൻ ആയിട്ടുള്ള കുറച്ച് കഥാപാത്രങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കഥാപാത്രമാണ് ഉണ്ണിച്ചക്കൻ, രണ്ടാമത്തത് അച്ചമ്പി മാപ്പിള, മൂന്നാമത്തത് കുഞ്ഞുമക്കോദ, കാപ്പിരി മുത്തപ്പൻ. ഇവരൊക്കെയാണ് ഇതിലെ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. അപ്പൊ ഇങ്ങനെയുള്ള പേരുകൾ ചോദിക്കാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ അത് എടുത്തിരിക്കുന്നത്. നമ്മളിപ്പോ ആദ്യം നോക്കിയത് മീശ ഹരീഷൻ, അതിലെ പ്രധാന കഥാപാത്രമാണ് വാവച്ചൻ. അതുപോലെ അടിയാളപ്രേതം അത് എഴുതിയിരിക്കുന്നത് PF മാത്യൂസ് ആണ്. അതിൽ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് ഉണ്ണിച്ചക്കൻ ഉണ്ട്, അച്ചമ്പി മാപ്പിളയുണ്ട്, കുഞ്ഞുമക്കോദയുണ്ട്, കാപ്പിരി മുത്തപ്പനുണ്ട്. കുറച്ച് കഥാപാത്രങ്ങളുടെ പേരുകളാണ് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളത്. സോ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കഥാപാത്രങ്ങളുടെ പേര് ഓർത്തിരിക്കാം. കൂടുതലും മറന്നു പോകുന്നത് അത് ഏത് കൃതിയാണെന്നായിരിക്കും കൂടുതലായിട്ട് മറന്നു പോകുന്നത്. ഒന്ന് രണ്ട് തവണ വായിച്ചാലും മറന്നു പോകും. എക്സാമിന് മുന്നേ നമ്മൾ ഒന്നുകൂടെ നോക്കിയാൽ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. കൂടുതൽ നമുക്ക് ചേരുംപടി ചേർക്കാനായിട്ട് ചോദിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഡിഗ്രി പ്രിലിമിനറി, ഇപ്പൊ കഴിഞ്ഞ ഡിഗ്രി പ്രിലിമിനറി സെക്കൻഡ് സ്റ്റേജിൽ ചോദിച്ചത് കൃതികളും എഴുതിയ ആൾക്കാരുമായിരുന്നു. അപ്പൊ അത് നമുക്ക് എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്നതായിരുന്നു തോന്നുന്നു. രണ്ടാം മുഴം MT വാസുദേവൻ, അങ്ങനെ ഒരെണ്ണം വെച്ചിട്ട് തന്നെ നമുക്ക് എഴുതാൻ പറ്റുന്ന ടൈപ്പ് ചേരുംപടി ചേർക്കായിരുന്നു സെക്കൻഡ് സ്റ്റേജിൽ ചോദിച്ചത്. പക്ഷെ ഫസ്റ്റ് സ്റ്റേജിലുള്ളത് സമുദ്രശിലയാണ് ചോദിച്ചത്, അമ്പ എന്നുള്ളൊരു കഥാപാത്രം. അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ അടുത്ത് നോക്കാം. കരിക്കോട്ടക്കരി എന്നുള്ളൊരു കൃതി ഉണ്ട്. ആ കൃതി എഴുതിയിരിക്കുന്നത് ബിനോയ് തോമസ് ആണ്. അതിലെ പ്രധാന കഥാപാത്രത്തിന്റെ പേരാണ് ഇറാനിമോസ്. ഇറാനിമോസ് ആണ് കേട്ടോ. അപ്പൊ കരിക്കോട്ടക്കരി എന്ന് പറയുന്ന ഒരു കൃതിയുടെ എഴുത്തുകാരനാരാണ്? ബിനോയ് തോമസ് ആണ്. അതിൽ പ്രധാനപ്പെട്ട കഥാപാത്രം എന്ന് വെച്ചാൽ ഇറാനിമോസ് ആണ് കേട്ടോ. പറ്റുമെങ്കിൽ നിങ്ങൾ ഈ കൃതികളൊക്കെ ഒന്ന് കളക്ട് ചെയ്ത് വായിച്ചിരുന്നാല്, വായിക്കുന്നവർക്കാണെങ്കിൽ കുറച്ച് എന്ത് ചെയ്യാം, ഒരുവിധം എഴുതാൻ പറ്റും കേട്ടോ. അപ്പം തീരെ വായിക്കാത്തവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് വായിച്ചു തുടങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് അത് എളുപ്പമായിരിക്കും. പക്ഷെ പഠിത്തം മാറ്റി വെച്ച് വായിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. കുറച്ച് ബുക്കുകൾ വായിക്കുന്ന ശീലമുള്ളവർക്ക് പെട്ടെന്ന് കിട്ടും. അടുത്തൊരു കൃതിയാണ് യുദ്ധാനന്തരം. ഓക്കെ, യുദ്ധാനന്തരം എഴുതിയിരിക്കുന്നത് റിഹാൻ റാഷിദ് ആണ്. അതിലെ കഥാപാത്രങ്ങളാണ് ഫാരിസ്, സോയ, ബായത്തൂർ. ഓക്കെ, ഫാരിസ്, സോയ, ബായത്തൂർ. അടുത്ത മുതൽ എഴുതിയിരിക്കുന്നത് ബിനോയ് തോമസ് ആണ്.
അതിലെ പ്രധാന കഥാപാത്രം സുധീഷ് നിലാവും പൂമരത്തിലാശാൻ. അത് ഇത്തിരി വായിച്ചിട്ടുള്ളവർക്ക് ആണെങ്കിൽ കുറച്ചത് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് ബുക്കുകളൊക്കെ വായിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. പുതിയ ആൾക്കാരുടെ പഴയ ബുക്കുകളൊക്കെ നിങ്ങൾ ഒത്തിരി വായിച്ചിട്ടുണ്ടാവും. പുതിയ ഒത്തിരി ബുക്കുകളുണ്ട്. അപ്പൊ അതൊക്കെ വായിക്കാൻ ശ്രമിക്കുക. മുതൽ എന്നുള്ള ഒരു കൃതി എഴുതിയിരിക്കുന്നത് ആരാണ്? വിനോയ് തോമസ് ആണ്. അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് സുധീഷ് നിലാവും പൂമരത്തിലാശാൻ. അതൊക്കെ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കുന്ന ഒരു പേരുകളാണല്ലോ. കൂടുതലും എന്താ കഥാപാത്രങ്ങളായിരിക്കും, നമുക്ക് വെറൈറ്റി പേരുകളായതുകൊണ്ട് ഓർത്തിരിക്കാൻ പറ്റും. 4-5 ചെറുപ്പക്കാർ, ഇതെല്ലാവർക്കും അറിയായിരിക്കും. 4-5 ചെറുപ്പക്കാർ അത് സിനിമയാക്കിയിട്ടുണ്ട്. നമ്മുടെ ബേസിലൊക്കെ അഭിനയിച്ച പൊന്മാൻ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അത് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. 4-5 ചെറുപ്പക്കാർ എന്നാണ് കൃതിയുടെ പേര്. അത് എഴുതിയിരിക്കുന്നത് GR ഇന്ദുഗോപനാണ്. അജേഷ് അറിയാലോ, ബേസിൽ അഭിനയിച്ച അതേ കഥാപാത്രം. പിന്നെ സ്റ്റെഫി ഗ്രാഫും മരിയാനയും. അത് നിങ്ങൾക്ക് ആ സിനിമ കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതെന്തായാലും നിങ്ങൾ ഓർത്തിരിക്കും. പൊന്മാനെന്ന് വെച്ച് പഠിച്ചിട്ട് പോയത് പൊന്മാൻ എന്നല്ല കൃതിയുടെ പേര് 4-5 ചെറുപ്പക്കാരെന്നാണ്. അപ്പൊ അത് എഴുതിയിരിക്കുന്നത് GR ഇന്ദുഗോപനാണ്. അതില് കഥാപാത്രങ്ങള് അജേഷ്, സ്റ്റെഫി ഗ്രാഫ്, മരിയാന. സിനിമ ആയതുകൊണ്ട് എന്ത് ചെയ്യും, അത് കിട്ടും എന്ന് എനിക്കറിയാം. ഓക്കെ, അടുത്തത് ഇതുപോലെ എല്ലാം സിനിമയൊക്കെയെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമായിരുന്നു. അടുത്ത നിരീക്ഷനാണ്. VJ ജെയിംസ് ആണ്. അപ്പം ചിലതിനൊക്കെ എന്ത് ചെയ്യാം, അവാർഡുകൾ കിട്ടിയിട്ടുള്ളതുകൊണ്ട് ആ പേരുകൾ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിന്റെ കഥാപാത്രങ്ങളാണ് നിങ്ങൾക്ക് മറന്നു പോകുന്നത്, അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. കഥാപാത്രങ്ങൾ, കൃതികളും നോവലിസ്റ്റിന്റെ പേരുകളും നിങ്ങൾക്ക് അറിയായിരിക്കും, കഥാപാത്രങ്ങളായിരിക്കും നിങ്ങൾക്ക് അറിയാത്തത്. ഈ നോവലിസ്റ്റും കൃതികളും അറിയുന്നതിന് കാരണം അവർക്ക് അവാർഡ് കിട്ടിയിട്ടുള്ളത് കൊണ്ടായിരിക്കും. അപ്പൊ നിരീശ്വരൻ എഴുതിയിരിക്കുന്നത് VJ ജെയിംസ് ആണ്. ആന്റണി ഭാസ്കരൻ സഹീർ. ഓക്കെ, ആന്റണി ഭാസ്കരൻ സഹീർ. ABC ഓർത്ത് വെച്ചിരുന്ന മതി. ഇംഗ്ലീഷിൽ എഴുതുമ്പോ ആന്റണി A, ഭാസ്കരൻ B, സഹീർ S C എന്ന് ഓർത്ത് വെച്ചാല് ABC എന്ന് എഴുതാമല്ലോ, എന്ന് ഓർത്ത് വയ്ക്കാമല്ലോ. അടുത്ത് അടി ഷിനിലാലാണ്. അതിലെ പ്രധാന കഥാപാത്രം ഫിലിപ്പോസ് ആണ് കേട്ടോ. അടി എഴുതിയത് ഷിനിലാലാണ്. അത് അദ്ദേഹത്തിന് ഇപ്പൊ കഴിഞ്ഞ സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട് ചെറുകഥയ്ക്ക്. അപ്പം ഷിനിലാൽ, അടി, ഫിലിപ്പോസ് ആണ്. അടുത്ത പ്രേമനഗരം എഴുതിയിരിക്കുന്നത് ബിനീഷ് പുതുപ്പണമാണ്. നീലുവും മാധവും ആണ് കേട്ടോ. പ്രേമനഗരം എഴുതിയിരിക്കുന്നത് ബിനീഷ് പുതുപ്പണമാണ്, നീലു, മാധവ്. അത് കഴിഞ്ഞിട്ട് ചട്ടമ്പിശാസ്ത്രം, ആ കൃതി എഴുതിയിരിക്കുന്നത് കിങ് ജോൺസ് ആണ്. പിന്റോ വർഗീസും പട്ടാണി അസീസുമാണ് കേട്ടോ. പിന്റോ വർഗീസും പട്ടാണി അസീസുമാണ് അതിലെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. പിന്നെ പുറ്റുണ്ട്. പുറ്റിന്റെ കർത്താവ് നോവലിസ്റ്റ് വിനോയ് തോമസ് ആണ്. ജെർമിയാസ് പോൾ. നിങ്ങൾ നോക്കിയ എല്ലാത്തിന്റെയും കഥാപാത്രങ്ങൾ വെറൈറ്റി പേരുകളാണ് അല്ലെ. വെറൈറ്റി പേരുകളായതുകൊണ്ട് അത് വെച്ച് കണക്ട് ചെയ്ത് പഠിക്കാൻ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇതൊന്നുകൂടെ പറയുകയാണ്. നിരീശ്വരൻ എഴുതിയത് VJ ജെയിംസ് ആണ്. ആന്റണി ഭാസ്കരൻ സഹീറാണ് അതിലെ കഥാപാത്രങ്ങൾ വരുന്നത്. അടി എഴുതിയത് ഷിനിലാലാണ്. അപ്പൊ ഷിനിലാലിന്റെ പേര് നമുക്ക് അറിയാം, ഇപ്പോ സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയതുകൊണ്ട് നമുക്കത് അറിയാം. അത് കഥാപാത്രത്തിന്റെ പേര് ഫിലിപ്പോസ് ആണ്. അതുപോലെ തന്നെ പ്രേമനഗരം ബിനീഷ് പുതുപ്പണമാണ് എഴുതിക്കുന്നത്. അതിലെ നീലു, മാധവാണ് അതിലെ പ്രധാന കഥാപാത്രങ്ങൾ. അതുപോലെ ചട്ടമ്പിശാസ്ത്രം കിങ് ജോൺസ് ആണ് എഴുതിയിരിക്കുന്നത്. പിന്റോ വർഗീസും പട്ടാണി അസീസുമാണ് കേട്ടോ. ഇതൊക്കെ ഒരു സിനിമയാണ് എന്ന് വിചാരിച്ച് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുമ്പോൾ നമുക്ക് അതിലെ പേരുകളൊക്കെ പെട്ടെന്ന് കിട്ടും. പുറ്റ് എഴുതിയതും വിനോയ് തോമസ് ആണ്. അതിലെ പ്രധാന കഥാപാത്രം ഏതാണ്? ജെർമിയാസ് പോൾ. അടുത്ത മരണവംശം എഴുതിയത് PV ഷാജികുമാർ ആണ്. ഭാസ്കരൻ, ചന്ദ്രൻ, കള്ളൻ കോമൻ. ആരൊക്കെയാണ്? ഭാസ്കരൻ, ചന്ദ്രൻ, കള്ളൻ കോമൻ ആണ് മരണവംശത്തിലെ പ്രധാന കഥാപാത്രങ്ങള്. അതുപോലെ ഘാതകൻ നിങ്ങൾക്ക് അറിയാം, എഴുതിയത് KR മീരയാണെന്ന് നിങ്ങൾക്ക് അറിയാം. അതിലെ പ്രധാന കഥാപാത്രം സത്യപ്രിയയാണ്. അതുപോലെ അടുത്തൊരെണ്ണമാണ് കാലൊടിഞ്ഞ പുണ്യാളൻ. ഓക്കെ, ഷനോജ് R ചന്ദ്രനാണ്. അന്നയും സാവിയോ പുണ്യാളനുമാണ് കേട്ടോ. അപ്പൊ ഒന്നുകൂടെ നോക്കുകയാണ്. മരണവംശം PV ഷാജികുമാർ ആണ് എഴുതിയത്. ഭാസ്കരൻ, ചന്ദ്രൻ, കള്ളൻ കോമൻ ഇവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങൾ. ഘാതകൻ നമുക്കറിയാം, KR മീരയാണ് എഴുതിയിരിക്കുന്നത്. അതിലെ പ്രധാന കഥാപാത്രം വരുന്നത് സത്യപ്രിയയാണ്. ഓക്കെ, അടുത്ത് കാലൊടിഞ്ഞ പുണ്യാളൻ. അത് എഴുതിയിരിക്കുന്നത് ഷനോജ് R ചന്ദ്രനാണ്. അന്നയും സാവിയോ പുണ്യാളനുമാണ് പ്രധാന കഥാപാത്രങ്ങൾ. ഇത് രണ്ടിലും പുണ്യാളനുണ്ട് കേട്ടോ. നിങ്ങൾ ചിലപ്പോൾ ഈ കൃതികളൊക്കെ പുതിയതായിട്ട് കേൾക്കുന്നതായിരിക്കും. പഴയ പഴയ കൃതികളൊക്കെ ചോദിക്കുന്നത് കുറഞ്ഞത് കൊണ്ടാണ് പുതിയ കൃതികൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും. പുതിയ കൃതികളെ കുറച്ച് പഠിച്ചു വെച്ചേക്കുക കേട്ടോ. അടുത്ത് വിലായത്ത് ബുദ്ധ GR ഇന്ദുഗോപൻ ആണ്. വിലായത്ത് ബുദ്ധ GR ഇന്ദുഗോപൻ.
മോഹനൻ ഭാസ്കരൻ മാഷാണ്, രണ്ടുപേരാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങള്. വിലായത്ത് ബുദ്ധ. ഓക്കെ, GR ഇന്ദുഗോപന്റെ പേര് നമ്മൾ നേരത്തെയും പഠിച്ചത്. 4-5 ചെറുപ്പക്കാർ, പൊന്മാൻ സിനിമ, അദ്ദേഹത്തിന്റെ ഇതൊക്കെ ഓർത്തു വെച്ചേക്കുക. വിലായത്ത് ബുദ്ധ പേരുകൾ നമ്മൾ കേൾക്കുന്നു. വിലായത്ത് ബുദ്ധ അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ അദ്ദേഹത്തിന്റെ കൃതികളൊക്കെ സിനിമകളാകുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് ഓർത്തിരിക്കാൻ പറ്റും. അപ്പം ഹരീഷ് അദ്ദേഹത്തിന്റെ സിനിമയും അദ്ദേഹത്തിന്റെ കൃതികളും സിനിമയാവുന്നുണ്ട്. ഇതൊക്കെ സിനിമയാവുന്നതുകൊണ്ട് കുറച്ച് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം. വിലായത്ത് ബുദ്ധയും നമുക്ക് സിനിമയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത IIT മദ്രാസ് ആണ്. IIT മദ്രാസ് KV മണികണ്ഠനാണ്. ശിവകാമി വർഗീസ് കാട്ടാളൻ, ശിവകാമിയും വർഗീസ് കാട്ടാളനുമാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. അടുത്തത് പൊനം. അതും നമുക്ക് അവാർഡ് കിട്ടിയിട്ടുള്ളത് കൊണ്ട് അതും അറിയാമായിരിക്കും. പേര് KN പ്രശാന്ത് ആണ്. അദ്ദേഹത്തിന്റെ കൃതിയാണ് പൊനം എന്ന് പറയുന്നത്. KN പ്രശാന്ത്. എനിക്ക് തോന്നുന്നു അതും സിനിമയാകുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ശേഖരൻ, മാധവൻ, ഗണേശനാണ് കേട്ടോ. ശേഖരൻ, മാധവൻ, ഗണേശൻ. ഇങ്ങനെയുള്ള നോർമൽ പേരുകളൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, കുറച്ച് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ട്. ഇതുപോലെ മോഹനൻ ഭാസ്കർ, ഇതൊക്കെ നമ്മൾ സാധാരണ കേൾക്കുന്ന കഥാപാത്രങ്ങളാണ്. ഇച്ചിരി ഡിഫറെന്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങളാണെങ്കിൽ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. അടുത്തത് കപ്പിത്താന്റെ ഭാര്യ. എഴുതിയിരിക്കുന്നത് ബിപിൻ ചന്ദ്രനാണ്. ആനിയമ്മയും റോസ്ലിയുമാണ് അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. അതുപോലെ തന്നെ കാന്തമല ചരിതം വിഷ്ണു MC ആണ്. അത് അയ്യപ്പനും ശബരിമലയും ഒക്കെയാണ് അതിന്റെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. അപ്പൊ ഒന്നുകൂടെ നോക്കാം. വിലായത്ത് ബുദ്ധ ഞാൻ പറഞ്ഞ സിനിമയാകുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അത് GR ഇന്ദുഗോപനാണ്. മോഹനൻ ഭാസ്കരൻ മാഷാണ് അതിന്റെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ വരുന്നത്. അതുപോലെ IIT മദ്രാസ് എന്ന് പറയുന്ന കൃതി KV മണികണ്ഠനാണ്. അത് കഥാപാത്രങ്ങൾ വരുന്നത് ശിവകാമിയും വർഗീസ് കാട്ടാളനുമാണ്. പൊനം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പൊനം KN പ്രശാന്ത് ആണ്. ശേഖരൻ, മാധവൻ, ഗണേശൻ അവരാണ് അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ വരുന്നത്. അതുപോലെ അടുത്തൊരു കൃതിയാണ് കപ്പിത്താന്റെ ഭാര്യ എന്ന് പറയുന്നത്. അത് ബിപിൻ ചന്ദ്രൻ ആണ് എഴുതിയിരിക്കുന്നത്. ആനിയമ്മയും റോസ്ലിയുമാണ് അതിലെ കഥാപാത്രങ്ങള്. കാന്തമല ചരിതം വിഷ്ണു MC ആണ്. അത് അയ്യപ്പനും ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്ത് സുഭാഷ് ചന്ദ്രന്റെ വേറൊരു കൃതിയാണ് നമ്മുടെ ഫസ്റ്റ് എക്സാമിന് ചോദിച്ചത്. മനുഷ്യന് ഒരു ആമുഖം. സുഭാഷ് ആണേ, ഭായല്ല ബായാണ്. സുഭാഷ് ചന്ദ്രൻ കഥാപാത്രങ്ങൾ നാറാപിള്ള, ജിതേന്ദ്രൻ, ആൻമേരി, ചിന്നമ്മയാണ് കേട്ടോ. മനുഷ്യന് ഒരു ആമുഖം എഴുതിയിരിക്കുന്നത് സുഭാഷ് ചന്ദ്രനാണ് കേട്ടോ. അതുപോലെ ഷിനിലാലാണ്. അത് വീരേശൻ IN, അതാണ് രണ്ടുപേരും. നേരത്തെ ഞാൻ ഷിനിലാൽ അദ്ദേഹത്തെ പറ്റി പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് കഴിഞ്ഞ സാഹിത്യ അവാർഡ് ലഭിച്ചിരുന്നു ചെറുകഥയ്ക്ക്. അപ്പൊ അദ്ദേഹത്തിന്റെ മറ്റൊരു നോവലാണ് ഇരു എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ അദ്ദേഹത്തിന്റെ മറ്റൊരു നോവൽ നേരത്തെ നോക്കിയിരുന്നു. അടിയും ഷിൻലാലിന്റെ ആണ്. അപ്പൊ ഇരു എന്ന് പറയുന്നത് ഷിനിലാലിന്റെ ആണ്. വീരേശനും IN-ഉമാണ്. ഒത്തിരി കഥാപാത്രങ്ങളുണ്ട്. മെയിൻ ആയിട്ടുള്ള കഥാപാത്രങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരിക്കൽ പഴയതാണ്. ഇപ്പൊ N മോഹൻ എന്നാണ് എഴുതിയത്. ചിലവർ വായിച്ചിട്ടുണ്ടാവും. അത് മോഹൻ ഉണ്ട്, രാമചന്ദ്രൻ ഉണ്ട്, നമ്മുടെ കവി ONV കുറുപ്പ് അതിലൊരു കഥാപാത്രമാണ്. ലളിതാംബിക അന്തർജന ഒരു കഥാപാത്രമാണ്. അപ്പൊ ഒരിക്കൽ എഴുതിയത് N മോഹനനാണ്. അതിന് മെയിൻ ആയിട്ട് ഒരുപാട് കഥാപാത്രങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ചിലപ്പോൾ വായിച്ചിട്ടുണ്ട്, പഴയ ബുക്ക് ആയതുകൊണ്ട് വായിച്ചിട്ടുണ്ടാവും. മനുഷ്യനൊരു ആമുഖം സുഭാഷ് ചന്ദ്രനാണ്. നാറാപിള്ള, ജിതേന്ദ്രൻ, ആൻമേരി, ചിന്നമ്മയൊക്കെയാണ് അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. അതുപോലെ അടുത്തൊരെണ്ണമാണ് ഇരു ഷിനിലാലിന്റെ ആണ്. വീരേശൻ IN അവരൊക്കെയാണ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങള്. അതുപോലെ ഒരിക്കല് N മോഹനൻ, അദ്ദേഹം തന്നെയാണ്. ഈ മോഹൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കഥയായതുകൊണ്ട് അദ്ദേഹവും അതിലൊരു കഥാപാത്രമാണ്. പിന്നെ രാമചന്ദ്രൻ, നമ്മുടെ ONV കുറുപ്പ്, ലളിതാംബിക അന്തർജനമൊക്കെ അതിലൊരു കഥാപാത്രമാണ്. പിന്നെ നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓടയിൽ നിന്ന് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണല്ലോ. ഓടയിൽ നിന്ന് എഴുതിയത് P കേശവദേവാണ്. ലക്ഷ്മിയും പപ്പുവുമാണ് അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ, നമുക്കറിയാം. പിന്നെ അറബിപ്പൊന്ന് MDയും NPയും കൂടെയാണ് എഴുതിയത്. പ്രധാനപ്പെട്ട കഥാപാത്രം കോയയാണ്. ആടുജീവിതം എല്ലാവർക്കും അറിയാം, സിനിമ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാം. ബെന്യാമിൻ കഥാപാത്രം നജീബാണ്. ആരാച്ചാർ എഴുതിയത് KR മീരയാണ്. ചേതനയാണ് അതിന്റെ പ്രധാനപ്പെട്ട കഥാപാത്രം. മകജയും നമുക്കറിയാം, നമ്മുടെ എൻഡോസൾഫാനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കഥ ആയതുകൊണ്ട് നമുക്കതറിയാം. അംബികാസുധൻ മങ്ങാടാണ്. അതിലെ പ്രധാന കഥാപാത്രം നീലകണ്ഠനാണ് കേട്ടോ. ഇതൊക്കെ കുറച്ച് മുന്നേ ഉള്ളതാണ്. ഇതൊക്കെ ചോദിക്കാറുണ്ട്. ഈ ഓളിയിൽ നിന്നൊക്കെ സ്ഥിരം പണ്ട് ചോദിച്ചുകൊണ്ടിരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ മെയിൻ ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ടുള്ള POQ ആണ്. ഖസാക്കിന്റെ ഇതിഹാസം ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും നിങ്ങൾക്ക് കാണും. അപ്പുക്കിളി തന്നെയായിരിക്കും നല്ല പ്രധാന കഥാപാത്രവും ചോദിക്കുന്നത്. അപ്പൊ ഖസാക്കിന്റെ ഇതിഹാസം OV വിജയനാണ് എഴുതിയിരിക്കുന്നത്. അതിലെ പ്രധാന കഥാപാത്രമാണ് അപ്പുക്കിളി, രവി, അള്ളാപ്പിച്ച, മല്ലാക്ക.
ഇത് അപ്പുക്കിളി തന്നെയാണ് എനിക്ക് തോന്നുന്നു കൂടുതലായിട്ട് ചോദിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു കഥാപാത്രങ്ങള്. അത് ഉണ്ട്. അടുത്ത കടൽ തീരത്ത്, അതും സ്ഥിരമായിട്ട് ചോദിക്കും. വെള്ളായിയപ്പനാണ് ചോദിക്കുന്നത് കൂടുതലായിട്ടും. കടൽ തീരത്ത് എഴുതിയത് OV വിജയനാണ്. പ്രധാന കഥാപാത്രം വെള്ളായിയപ്പനാണ്. പിന്നെ സുഗന്ധി എന്താ ആണ്ടാൾ ദേവനായകി TD രാമകൃഷ്ണന്റെയാണ്. അദ്ദേഹം സുഗന്ധി, അതിപ്പോ ഇതിൽ നിന്ന് തന്നെ കിട്ടും പേരുകൾ. സുഗന്ധി, ദേവനായകി, ചോളമന്നനുമാണ് കേട്ടോ. സുഗന്ധി എന്ന ആണ്ടാൾ ദേവി നമുക്ക് അവാർഡ് കിട്ടിയത് കൊണ്ട് എന്ത് ചെയ്യാം, ആ പേര് നമുക്ക് ഓർമ്മയുണ്ട്. പിന്നെ മഞ്ഞ് MDയുടെ ആണ്. വിമല, സുധീർ മിശ്ര, സർദാർജിയാണ് കേട്ടോ. മഞ്ഞ് കാലമൊക്കെ MDയുടെ ആണ്. അടുത്ത കാലം MT ആണ്. സേതുവും സുമിത്രയുമാണ് അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങള്. മതിലുകൾ നമുക്കറിയാം, മതിലുകൾ ബഷീറാണ്. അത് സിനിമ ആയതുകൊണ്ട് നമുക്കറിയാം നാരായണിയും ബഷീറുമാണ്. മമ്മൂട്ടിയും KPSC ലളിതയുമാണ് അഭിനയിച്ചത്. അങ്ങനെ അടുത്ത ബാല്യകാലസഖിയും സിനിമ തന്നെയാണ്. സിനിമ എന്ന് ഓർക്കുമ്പോൾ അതിലെ കഥാപാത്രങ്ങൾ വെച്ച് പേരോർത്തിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറയുന്നത്. അത് എന്താ ബാല്യകാലസഖി ബഷീറാണ്. മജീദും സുഹ്റയുമാണ്. അതുപോലെ എന്താണ് പ്രേമലേഖനമുണ്ട്, അതും ബഷീർ തന്നെയാണ്. സാറാമ്മയും കേശവൻ നായരും. അത് നിങ്ങൾ റീലിലൊക്കെ കാണുന്നതാണ്, ഈ ബഷീറിന്റെ പുതിയ കഥാപാത്രങ്ങളും അതിലെ വരികളും ഒക്കെ. അപ്പൊ കാണുന്നവരാണെങ്കിൽ അങ്ങനെ അറിയായിരിക്കും. എന്തായാലും ബഷീറിന്റെ കൃതികളൊക്കെ ഒരുപാട് വായിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പൊ ഇത് മൂന്നും ബഷീറിന്റെയാണ്. ഈ സ്കൂളിലും ഇത് കഥകൾ പഠിച്ചിട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ആ പേരുകൾ എന്തായാലും ഓർത്തിരിക്കുമെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കൃതികളും. ഇനിയും ഉണ്ട് കേട്ടോ, ഇനി കൃതികൾ ഒരുപാടുണ്ടല്ലോ. നമുക്ക് ഏത് ചോദിക്കുമെന്ന് പറയല്ല, ഒരുവിധം ഉണ്ട്. ഇനിയും പുതിയത് ചോദിക്കുന്നത് കൊണ്ടാണ് പുതിയ കൃതികൾ എടുത്തിരിക്കുന്നത്. ഇനിയും ഒത്തിരി പുതിയ കൃതികളുണ്ട്. അപ്പൊ ഇനി പുതിയ കൃതികൾ നമ്മളെ കുറച്ചുകൂടി അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ അത് ചെയ്യാം. അപ്പൊ ഒരുവിധം ഉള്ളത് നമ്മൾ അത്യാവശ്യമുള്ളവർക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയുള്ളത് എന്ത് ചെയ്യാം, നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ ഉൾപ്പെടുത്താം. അപ്പൊ എന്ത് ചെയ്യാം, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എക്സാമിന് മുന്നേ ഇവിടെ ഒന്ന് നോക്കിയിട്ട് പോവുക. അല്ലെങ്കിൽ ഈ കഥാപാത്രങ്ങളൊന്നും നിങ്ങൾക്ക് ഓർമ്മയിരിക്കില്ല കേട്ടോ. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയാണെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഡൗൺലോഡ് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ജോയിൻ ചെയ്യുന്നത്, ഒരുപാട് എക്സാം വരുന്നുണ്ട്. അപ്പൊ അതിൽ ഏത് കോഴ്സാണോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ അങ്ങനെ ജോയിൻ ചെയ്യാം. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.